ഷവ്വാലിൽ അല്ലാഹു മരിക്കുകയും ചെയ്തോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്റെ വിശ്വാസം പോലെ സൃഷ്ടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയോ? സൃഷ്ടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയോ പടച്ചോൻ? ഇല്ല. നമുക്കറിയാം അത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ, എല്ലാറ്റിനെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവൻ, അലീമാണ്, ഖബീറാണ്, അല്ലേ? നമുക്കറിയാവുന്നതാണ്. അസീസാണ്, ജബ്ബാറാണ്, മുതകബ്ബിറാണ്. എല്ലാ കാര്യം അല്ലാഹുവിന്റെ 99 ഗുണവിശേഷങ്ങൾ അറിയാവുന്നവരാണ് നമ്മൾ, അല്ലേ? എന്നിട്ട് എന്തേ അങ്ങനെ? യാ അയ്യുഹൽ ഇൻസാൻ, അല്ല മനുഷ്യരെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നാഥന്റെ കാര്യത്തിൽ നിങ്ങളെയൊക്കെ വഞ്ചിച്ച ഘടകം എന്താണ്? അല്ലേ? ഇസ്ലാമിൽ ഒരാൾക്ക് ബോധം വന്നത് മുതൽ മരിക്കുന്നത് വരെ നമസ്കാരത്തിന് ഉപേക്ഷയില്ല. ഉണ്ടോ? രോഗിയായ പോലെ നിസ്കാരത്തിന് ഉപേക്ഷയുണ്ടോ? ഇല്ല. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ നിസ്കരിക്കണമെന്നാ ഖുർആനാ പറയുന്നത്, അല്ലേ? 4-ാം അധ്യായം സൂറത്തു നിസാ 103-ാമത്തെ വചനമാണ്. 103-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയണത് നിന്നും ഇരുന്നും കിടന്നും നമസ്കാരം നിർവഹിക്കണം, അല്ലേ? ആളുകളുടെ ധാരണ നിന്ന് മാത്രം ചെയ്യപ്പെടുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. ട്രെയിനിൽ എത്രയോ ആളുകൾ യാത്ര പോകുന്ന നമ്മുടെ ആളുകൾ നിസ്കരിക്കാറില്ല. രാവിലെ 6:15 ട്രെയിനിൽ കയറി വൈകുന്നേരം വരെ യാത്ര ചെയ്തു, ളുഹ്റും അസ്റും നിസ്കരിച്ചില്ല. എന്താ? മടി, അറിയില്ല. പിന്നെ ട്രെയിൻ നിസ്കരിക്കാവോ? ആളുകൾക്ക് ആശങ്കയാണ്. ഞാനിത് ഈ ജുമയ്ക്ക് ഇത് തെരഞ്ഞെടുത്തത് തന്നെ എന്തിനാ? റമദാനിൽ മാത്രം വരുന്ന ചില ആളുകളുണ്ട്, അവരോട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാ. ഇതിന്റെ ഗൗരവം റമദാനിൽ ഇവിടെ കുറച്ച് ആളുകളെ കൂടുതൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കിയിട്ടൊന്നുമല്ല, ഉള്ള ആളുകൾ തന്നെ. റമദാൻ അല്ലാത്ത കാലത്ത് ഈ ആളുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്, എവിടെയും പോയിട്ടില്ല. റമദാനിൽ മാത്രം അമേരിക്കയിലും ലണ്ടനിലുള്ള ആളുകൾ വന്നിട്ട് പള്ളിയിൽ ചേർന്നതല്ല, അല്ല. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, ഇവിടുത്തെ ഓഫീസിലുള്ള ആളുകൾ, ഈ കടയിലുള്ള ആളുകൾ, ഇതിന്റെ പരിസരത്തുള്ള ആളുകൾ, അവരെന്നെ ആളുകൾ എങ്ങനെ വിചാരിക്കുന്നു? അങ്ങനെയുള്ള ആളുകളുടെ ഇബാദത്തിനെ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ കാര്യം മനസ്സിലാക്കുക, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. അബദ്ധമാണ്, തിരുത്തേണ്ടതാണ്, സ്വയമായി മാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായി പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരം പ്രവാചകന്മാരോട് എല്ലാം അല്ലാഹു കൽപ്പിച്ച ഒരു ഇബാദത്ത്. ഒരു പ്രവാചകൻ പോലും അതിൽ നിന്ന് വിട്ടുപോയതായി ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നമസ്കാരം പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ജാഗ്രത പുലർത്തി, അങ്ങേയറ്റം അധ്വാനിച്ചു. നമസ്കാരം നിലനിർത്തുന്നവരായി തീരാൻ മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം, അവരൊക്കെ നിസ്കാരം നിലനിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. നമസ്കാരം അവർക്കൊക്കെ അല്ലാഹു നിർബന്ധമാണ്. ഈസാ നബി അലൈഹിസ്സലാം സൂറത്ത് മറിയം നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, നമസ്കരിക്കുവാനും എന്റെ അഹിലുകാരോട് മഹാനായ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞതായി സൂറത്ത് മറിയമിൽ കാണാം, എന്റെ കുടുംബക്കാരോട് നമസ്കരിക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും അല്ലാഹു കൽപ്പിച്ചു, അങ്ങനെ കൽപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്നുവരെ വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിൽ പറയുന്നുണ്ട്. പ്രവാചകന്മാരോട് എല്ലാം അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമസ്കാരമാണ്. അവ്വലു മാ തദൂഹും ഇലൈഹി ശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുനോട് യമനിലെ ഗവർണറായി നിയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് അവ്വലു മാ തദൂഹും ഇലൈഹി ശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്കാണ് ഒന്നാമതായി ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ഒന്നാമതായി ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്കാണ്. അത് മറന്നുപോയവരാണ് നമ്മളൊക്കെ. പറഞ്ഞാൽ വിചാരിക്കും അതെന്തിനാ അപ്പൊ അവരെ പറ്റി പറയുന്നത്? ആളുകളുടെ ചോദ്യം, അവരത് ചെയ്യാത്തത് കൊണ്ട് അവരെ ഉപദേശിക്കുക, അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അബദ്ധത്തിൽ അതിലൊക്കെ ആകൃഷ്ടരായി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെയുള്ള തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയവരെ തിരുത്തുക. ഒരു പ്രസ്ഥാനം നല്ലതാണ് എന്ന് ബാഹ്യമായി ചില ആളുകളുടെ കാഴ്ചപ്പാടിൽ അവരുടെ കാട്ടിക്കൂട്ടലും കണ്ട് വിശ്വസിക്കും ചില ആളുകൾ. അങ്ങനെ വിശ്വസിച്ച് അതിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന ഇന്ന പ്രസ്ഥാനം ഇന്ന പ്രശ്നത്തിൽ പഴച്ചു പോയിട്ടുണ്ട്, ഇന്ന പ്രശ്നത്തിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ എന്ന പ്രസ്ഥാനത്തിന്റെ മെമ്പറല്ല, ആ പ്രസ്ഥാനത്തിന്റെ ന്യൂനത പറയുന്നത്. അതുകൊണ്ടാണ് ആ പേരെടുത്ത് പറയുന്നത്. ആളുകൾക്ക് അതായത് അവ്യക്തത ഉണ്ടാവരുത്. ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു മറ പിടിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല. നേർക്ക് നേരെ കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ഇസ്ലാമിന്റെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നിങ്ങൾ നോക്ക്,
മഹാനായ ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറയുന്ന ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അദ്ദേഹം യഹൂദിയോ നസ്രാനിയോ ഒന്നും ആയിരുന്നില്ല, നേർക്ക് നേരെ ചിന്തിച്ച മുസ്ലിമായിരുന്നു. എന്താ അവിടെ പറഞ്ഞ്? അവിടെ മറ്റു പ്രസ്ഥാനങ്ങളിൽ ചേർന്ന ആളായിരുന്നില്ല അദ്ദേഹം എന്നാ പറഞ്ഞ്. അവരുടെ ആദർശം സ്വീകരിച്ച ആളായിരുന്നില്ല, ഈ ആദർശക്കാരനാണ്, അതായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. അവിടെ അള്ളാഹു പ്രത്യേകമായി അദ്ദേഹം ജൂതനും അല്ല ക്രിസ്ത്യാനിയും അല്ല, നമ്മളിപ്പോ എന്ന് പറയും സുന്നിയും അല്ല മുജാഹിദും അല്ല ജമാഅത്തും അല്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ അത് പറയേണ്ടി വന്നാൽ അത് പറയേണ്ടി വരും എന്നാളല്ല. എന്തുകൊണ്ട് ഇന്നല്ല? അത് ഇന്ന കാരണങ്ങളാൽ ഇന്നതല്ല. ഖുർആനിലും സുന്നത്തിനും എതിരായതുകൊണ്ട് ആ കാര്യം ആ പ്രസ്ഥാനം ചെയ്ത് തെറ്റാണ്. അത് ഈ പ്രസ്ഥാനമാണ് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതിൽ വഞ്ചിതരായി പോകരുത്. അപ്പൊ അവിടെ പേരെടുത്ത് പറയാ, ആരോടും വിരോധമുള്ളത് കൊണ്ടല്ല, അതായത് അവ്യക്തത തീരെ ഉണ്ടാവരുത്, അത് നിർബന്ധമുള്ളത് കൊണ്ടാണ്. ആരാണ് ആ പ്രസ്ഥാനം, അത് ആരെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് എന്ന് നാളെ പുറത്തിറങ്ങിയിട്ട് ഒരാൾ ചോദിക്കരുത്. അതാണ് അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് വിടുന്നത്, അത് ക്ലിയർ ചെയ്ത് വിടുന്നത്. അയാൾക്ക് പിന്നെ ആ വിഷയത്തിൽ ഒരു സംശയം, അത് ആരെ പറ്റിയാ പറഞ്ഞത് എന്ന് അയാൾക്കൊരു സംശയം ഉണ്ടാവരുത്. ആർക്കുണ്ടാവരുത്? ശ്രോതാക്കൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ചില പേരുകളൊക്കെ ആ വിഷയത്തിൽ പറയും. അപ്പൊ നമ്മൾ ആലോചിക്കുക, പ്രവാചകന്മാരെല്ലാം ലോകത്ത് ആദ്യമായി മനുഷ്യരെ നയിച്ചിട്ടുള്ളത് ഈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ കുൻതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരും ആദ്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. അപ്പൊ ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധക സംഘങ്ങൾ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരാണെങ്കിൽ, അതാണ് അവരുടെ വാദമെങ്കിൽ, അവരൊന്നാമതായി, അതായത് ഏതൊരു പ്രസ്ഥാനമാണ് പ്രവാചകന്മാരുടെ പിന്തുടർച്ച എന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം പ്രവാചകന്മാരെല്ലാം ഒന്നാം സ്ഥാനം നൽകിയവർ നൽകുന്നുണ്ടോന്ന. അത് കഴിഞ്ഞ് 5ാം സ്ഥാനോ 6ാം സ്ഥാനോ ഇനി 100ാം സ്ഥാനോ ആണ് അവർക്ക് അതിന് നൽകുന്നെങ്കിൽ ഉടനെ മനസ്സിലായിക്കൊള്ളും, ഇസ്ലാമിക പ്രവാചകന്മാരുടെ ദൈവത്ത് പഠിച്ചവരല്ല ഇവര്, മനസ്സിലാക്കിയവരല്ല ഇവര്, അതിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ല ഇവര് എന്ന് ആദ്യത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളും. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് പ്രാധാന്യം കൊടുക്കാത്ത ദഅവത്തും പ്രബോധനവുമാണ് അവർക്കുള്ളതെങ്കിൽ ഉടനെ അറിയണം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ ലംഘിച്ചവരാകുന്നു അവർ, തെറ്റിച്ചവരാകുന്നു അവർ. അവർക്ക് പിന്നെ എന്ത് മെച്ചുണ്ടായിട്ടും കാര്യമല്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിന്റെ തെളിവാണ് ഞാൻ പറയും. വിശുദ്ധ ഖുർആനിൽ ഉടനീളം അനവധി വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഉടനീളം. എന്നിട്ട് ഖുർആൻ പ്രവാചക തിരുമേനി മുആദിനോട് പറയണം, മുആദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അവിടെയുള്ള വേദക്കാരായിട്ടുള്ള ജൂത ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ കൂടുതൽ അവരായിരുന്നു അവിടെ, അങ്ങനെയുള്ള ആളുകളോട് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. അതവർ മനസ്സിലാക്കി അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായ 5 വക്ത് നമസ്കാരമുണ്ട് എന്ന് താങ്കൾ അവരെ പഠിപ്പിക്കുക. ഈ വിഷയത്തിൽ നമുക്ക് തബ്ലീഗ് ജമാഅത്തിനോട് വിയോജിപ്പുണ്ട്. തബ്ലീഗ് ജമാഅത്ത് എന്ന സംഘത്തെ എല്ലാവർക്കും അറിയാലോ, കണ്ടാൽ നല്ല ഭക്തിയും നല്ല ആദരവും നല്ല സ്വഭാവക്കാരും ആരോടും ഒരു പ്രതിഷേധം ഇല്ലാത്തവരും ഒരു പ്രസ്ഥാനത്തെ എതിർക്കാത്തവരും എന്നൊക്കെയാണ് നമ്മൾ പറയാ. പക്ഷെ നമ്മൾ ആരെ എതിർത്തില്ല എന്നതല്ല മാനദണ്ഡം. ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ് അവർക്ക്. തൗഹീദിന്റെ ഫളായിൽ പറഞ്ഞൊരു പുസ്തകം തബ്ലീഗ് ജമാഅത്ത് ഇറക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? തൗഹീദിന്റെ ഫളായിൽ, തൗഹീദിന്റെ മെച്ചം, തൗഹീദിന്റെ നേട്ടം, തൗഹീദ് കൊണ്ടുള്ള നേട്ടം എഴുതിയ ഒരു ബുക്ക്, ഒരു ലഘുലേഖയെങ്കിലും ഉണ്ടോ തബ്ലീഗ് ജമാഅത്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളല് പറഞ്ഞ ഒരു ലഘുലേഖ, ഒരു പ്രസംഗം, ഒരു 5 മിനിറ്റ് വയല് ഇല്ല. ഇല്ല, ഞാനിത് വെറുതെ പറയാണോ? നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു വെറുതെ പറയുന്ന ആളായിട്ടാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാനിത് വെറുതെ പറയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച്, ഹൃദയത്തിൽ കൈവച്ചൊന്ന് ആലോചിച്ചു നോക്ക്. എവിടെ ഫളായിലെ നമാസ്, ഫളായിലെ ഹജ്ജ്, ഫളായിലെ അമാല്? അതിന്റെ കൈഫിയത്തില്ലാതെ ഫളായിലുണ്ടോ? ഒരമലിന്റെ കൈഫിയത്തില്ലാതെ ഫളായിലുണ്ടോ? ഒരമലിന്റെ രൂപം അതനുസരിച്ചല്ലേ പിന്നെ അതിനെ ഫളല് പറഞ്ഞിട്ട് കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ച അങ്ങനെ നിസ്കരിച്ചിട്ട് അതിന്റെ ഫളല് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആ നിസ്കാരം ബാതിലാണ്, ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. പിന്നെ അതിന്റെ ഗുണം പറഞ്ഞു കൊടുത്തിട്ട് എന്താ? നിങ്ങൾ ആലോചിക്കുക, ഒരു യന്ത്രം, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു CD പ്ലെയർ, ആ CD പ്ലെയറിന്റെ ഫളായിൽ പഠിപ്പിച്ചു കൊടുക്കുക, അതിന്റെ മഹത്വങ്ങള് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം പഠിപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അവൻ ഒറ്റ ദിവസം കൊണ്ട് കേടുവരുത്തി. എന്താ, എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു കൊടുത്തില്ല. അതിന്റെ മേന്മ പറഞ്ഞു കൊടുത്തു, അവൻ മേന്മ വിചാരിച്ചു, അടുത്ത് തെലത്തേക്ക് ഇട്ടേച്ചു, ഇത് താഴെട്ടാലും പൊട്ടൂല എന്നൊക്കെ പറഞ്ഞു അവൻ ഒറ്റ കയറിച്ചു കൊടുത്തു. അപ്പൊ എന്താ, അതിന്റെ ഫളായിലുകൾ, അതിന്റെ മെച്ചങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ ഉപയോഗം പഠിപ്പിച്ചു കൊടുത്തില്ല. എങ്ങനെയാ അത് ഉപയോഗിക്കേണ്ടത്, എന്താ അതിന്റെ രീതി, അതിന്റെ കൈഫിയത്ത് പറഞ്ഞു കൊടുത്തില്ല. അതിന്റെ പുണ്യത്തെ പറ്റി പറഞ്ഞു, കൈഫിയത്തിനെ പറ്റി പറഞ്ഞില്ല. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്, മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഒന്ന് അതാണ്.
ഈ